ടോട്ടോച്ചാൻ്റെ ശരിയായ പേര്. ടോട്ടോച്ചാൻ്റെ ശരിയായ പേര് തെദസ്കോ എന്നായിരുന്നു. അവളുടെ ജനനത്തിനു മുൻപ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു, ആൺകുട്ടി തന്നെ ആയിരിക്കും. കടിഞ്ഞാൽ പ്രസവം ആയിരുന്നതുകൊണ്ട് അച്ഛനും അമ്മയും അത് വിശ്വസിച്ച് മകനും ടോറു എന്ന് പേരിടാൻ അവർ നിശ്ചയിച്ചു. തുളച്ചു കയറുന്നത്, നൈരന്തര്യമുള്ളത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളത് എന്നൊക്കെയാണ് ടോറു എന്ന വാക്കിന് അർത്ഥം. ചൈനയിൽ നിന്നു വന്ന ആ പദത്തിൻ്റെ പുരുഷ ലക്ഷണങ്ങൾ അവർക്കിരുവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. അല്പം നിരാശ തോന്നിയെങ്കിലും ടോറുവിൻ്റെ ചൈനീസ് രീതിയിലുള്ള ഉച്ചാരണമായ തെത്സു അവർ തിരഞ്ഞെടുത്തു. പെൺകുട്ടികളുടെ പേരിനോട് ജപ്പാൻകാർ സാധാരണ ചേർക്കാറുള്ള കോ എന്ന പ്രത്യയം കൂടി ചേർത്തപ്പോൾ അതു ശരിക്കും ഒരു പെണ്ണിൻ്റെ പേരായി. ഏവരും അവളെ തെദസ്കോ ചാൻ എന്നു വിളിക്കാൻ തുടങ്ങി. ജപ്പാൻകാർ പേരിനോട് ചേർത്ത് വിളിക്കാറുള്ള സാൻ എന്നതിൻ്റെ കൂടുതൽ ജനകീയമായ രൂപമാണ് ചാൻ. കൊച്ചു ടോട്ടോയ്ക്ക് ആ വളഞ്ഞു കുത്തിയ പേര് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു, ടോട്ടോ ചാൻ. ചാൻ എന്നതും തൻ്റെ പേരിൻ്റെ ഭാഗം തന്നെ എന്നായിരുന്നു അവളുടെ ധാരണ. ഒരു ആൺകുട്ടിയെ എന്ന പോലെ അച്ഛൻ അവളെ ടോട്സ്കി എന്ന് വിളിക്കുമായിരുന്നു. ടോട്സ്കി, അച്ഛനെ ഒന്ന് സഹായിക്കേ, അദ്ദേഹം പറയും. ടോട്സ്കി, നമുക്കേ ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചകളെയൊക്കെ അടിച്ചോടിക്കണം ട്ടോ. മറ്റെല്ലാവരും അവളെ ടോട്ടോ ചാൻ എന്ന് വിളിച്ചു വന്നു, അച്ഛനും റോക്കിയും ഒഴികെ. സ്കൂളിലെ നോട്ട്ബുക്കിൽ തെദസ്കോ എന്ന് എഴുതിയിരുന്നു. എങ്കിലും അവൾ തന്നെ സ്വയം സങ്കല്പിച്ചത് ടോട്ടോ ചാൻ ആയിട്ടായിരുന്നു.